ഇപ്പോൾ കേരളത്തിൽ ഭരണ തുടർച്ചയാണോ ഭരണമാറ്റമാണോ എന്നാണ് ഇവർ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ വൻ വിജയം അവകാശപ്പെടുന്നില്ലെങ്കിലും ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. ഭരണമാറ്റം ഉറപ്പെന്നും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നുമാണ് UDF ആവർത്തിക്കുന്നത്. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, എന്തായാലും കേരളത്തിലുള്ള ആളുകളൊക്കെ ഏറെ ഉറ്റുനോക്കുകയാണ്. എക്സിറ്റ് പോൾ ഫലം അല്പസമയത്തിനകം വരും. അപ്പോൾ അതിൽ നേതാക്കളുടെയൊക്കെ ഒരു പ്രതീക്ഷ ഏത് രീതിയിലാണ്, മുന്നണികളുടെ പ്രതീക്ഷ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. തീർച്ചയായും സ്വാതി, എല്ലാവരും കാത്തിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾക്കാണ്. പ്രീ പോൾ സർവേകൾ പലതും വന്നിരുന്നെങ്കിൽ പോലും അതിനേക്കാൾ ഏറ്റവും അധികം ആധികാരികത കൽപ്പിക്കുന്നത് ഈ എക്സിറ്റ് പോൾ സർവേകൾക്ക് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് മുന്നണികളും നേതാക്കളും ഉള്ളത്. അതുകൊണ്ട് തന്നെ വൈകിട്ട് 6:30 എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം നെഞ്ചിടിപ്പ് കൂട്ടുന്ന നിമിഷം കൂടിയാണത്. ഈ നേരത്തെ നമുക്കറിയാവുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ 100-ലധികം സീറ്റുകൾ നേടി LDF വീണ്ടും ഭരണത്തിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ മുഖ്യമന്ത്രി അടക്കം പങ്കുവച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം അടക്കം പുറത്തു വന്ന് ബൂത്ത് തലത്തിലും ജില്ലാതലത്തിലും അടക്കമുള്ള കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് 90 സീറ്റെങ്കിലും നേടിക്കൊണ്ട് വീണ്ടും ഭരണ തുടർച്ച കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. പക്ഷേ അതേസമയം 100-ലധികം സീറ്റുകൾ നേടുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ആദ്യഘട്ടത്തിൽ UDF ക്യാമ്പുകൾ പങ്കുവച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് ആ ആത്മവിശ്വാസം തകരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. 85-88 സീറ്റെങ്കിലും നേടിക്കൊണ്ട് UDFൽ ഭരണത്തിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് UDF ക്യാമ്പും ഉള്ളത്. അതിനേക്കാൾ ഉപരി NDAയുടെ പെർഫോമൻസ് ഇത്തവണ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നിർണായകം. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിലൊക്കെ മിനിമം 10 സീറ്റെങ്കിലും നേടി, അല്ലെങ്കിൽ 10-ൽ താഴെ സീറ്റെങ്കിലും നേടി NDA ഒരു നിർണായക ഘടകമായി മാറും എന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവച്ചതെങ്കിൽ പോലും അവസാന ഘട്ടത്തിലേക്ക് ഈ പോളിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ 2 സീറ്റിലേക്ക് ഒതുങ്ങും, അല്ലെങ്കിൽ 2 സീറ്റെങ്കിലും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് NDA മുന്നണിയുള്ളത്. നേമത്തും കഴക്കൂട്ടത്തുമാണ് NDA കണ്ണുവച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ വോട്ടിംഗ് ശതമാനം കൂടുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13% NDAയുടെ പോളിംഗ് ശതമാനമുള്ളത്. അത് ഇത്തവണ അവർക്ക് ഉയർത്താൻ കഴിയുമോ? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDAയുടെ പോളിംഗ് ശതമാനം കുറയുന്നതാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പോളിംഗ് ശതമാനമെങ്കിലും രാജീവ് ചന്ദ്രശേഖറുടെ നേതൃത്വത്തിലുള്ള BJPക്കും NDAക്കും ഉയർത്താൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാവരും പരിശോധിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ഭരണ തുടർച്ചയാണോ ഭരണമാറ്റമാണോ, അതിനേക്കാൾ ഉപരി ഒരു തൂക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു തൂക്ക് സർക്കാർ വരുമോ, NDA അവിടെ ഒരു നിർണായക ഘടകമാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വൈകിട്ട് 6:30 ഒരു വ്യക്തത വരും. എന്തായാലും 5-ലധികം ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തുവിടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ LDFന് മുൻതൂക്കം തരുന്ന ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളാണോ പുറത്തു വരുന്നത് എന്നത് അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയും. സ്വാതി.